ഹലോ വെൽക്കം ടു കിച്ചൻ ഡിലൈറ്റ്സ്. ഇന്ന് ഞാനൊരു പ്രഷർ കുക്കറിൽ വളരെ ടേസ്റ്റി ആയിട്ടും അതേസമയം വളരെ ഈസി ആയിട്ടും ഒരു കടലക്കറി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത്. കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഈ കറിക്ക്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പ്രഷർ കുക്കർ എടുത്ത് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടാവുമ്പോഴത്തേക്കും അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു പിടി തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, പക്ഷെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതിൻ്റെ അളവും നമുക്ക് വേണമെങ്കിൽ കൂട്ടാവുന്നതാണ്. ഈ തേങ്ങാക്കൊത്ത് വളരെ ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുത്തത്. അതും പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മീഡിയം സൈസുള്ള ഒരു സവോള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. സവോള ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവോള ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ചെറിയ ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒരു 10-20 സെക്കൻഡ് സോട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഇതിലേക്കൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയുടെയും പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി എണ്ണ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയുടെ മണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്കൊരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. എരിവിനനുസരിച്ച് ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മുളക് പൊടി ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറിയൊരു ചുമ വരാൻ തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ് ആകുമ്പോഴാണ് മുളക് പൊടി ശരിക്കും മൂത്ത് വരുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. അതിനുശേഷം അതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരുപാട് നേരം സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് ഒരു ചെറിയ തക്കാളി ചോപ്പ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മാത്രം ചേർത്താൽ മതി. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ തക്കാളിക്ക് കുറച്ച് വെള്ളം കുറവായതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിയൊന്നും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ തക്കാളി പെട്ടെന്നൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്യാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. ഇത് 250 ml കപ്പിൽ 1 കപ്പ് കടലയാണ്. തലേദിവസം രാത്രി കുതിർത്തി വെച്ചതാണ്. കടല നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം രാത്രി കുതിർത്താൻ വെക്കാനായിട്ട്. അതേപോലെ രാവിലെ ഇത് എടുക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. കടല നന്നായിട്ട് മൂടി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ നമ്മൾ ഇപ്പം തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. വെള്ളം കുറച്ച് സോൾട്ടി ആയിട്ടിരിക്കണം, എന്നാലേ കടലയിലോട്ട് ഉപ്പ് പിടിക്കത്തുള്ളൂ. ഇനി കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മുടെ കടല നന്നായിട്ട് വെന്ത് കിട്ടുന്നത്. ഇപ്പം നമ്മുടെ കടലയെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറച്ച് തിന്നായിട്ടുള്ള ഗ്രേവിയാണ് ഇപ്പോൾ നമ്മുടെ കറിക്കുള്ളത്. ഗ്രേവിക്ക് അല്പം തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ നിന്ന് ഒരു കുറച്ച് കടല, ഏകദേശം ഒരു 1/4 കപ്പിലും കുറവാണ്, കുറച്ച് കടല മാത്രം നമുക്കിതിൽ നിന്ന് എടുത്ത് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി തേങ്ങ ചിരവിയതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കൂടി പോവരുത്. ഇനി ഇത് നന്നായിട്ട് അരിഞ്ഞു കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇതേപോലെ നല്ല പേസ്റ്റായിട്ടത് അരച്ചെടുക്കുക. പേസ്റ്റായിട്ട് അരച്ചെടുത്തതിന് ശേഷം അത് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിലോട്ട് ചേർത്ത് കൊടുക്കുക. ഈ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് കഴുകി ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് തിളപ്പിക്കുക. ആ തേങ്ങയുടെയും കടലയും അരച്ചതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്കൊരു 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്കൊരു 3-4 ചുവന്നുള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് സോട്ട് ചെയ്യുക. നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്യുക. ഇനി ഈ കടുക് താളിച്ചത് നമ്മുടെ കടലക്കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിത് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇനി കടലക്കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.